ഹായ് ഹലോ ഒന്ന് ഉമ്മാൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് ഡെൻ്റൽ ക്ലിനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലാണ് കേട്ടോ ഞാനും ഇഷ്മോളും ഉമ്മയും പോകുന്നത്. അങ്ങനെ ഉമ്മാക്ക് പല്ലിന് നല്ല ഡാമേജ് ഉണ്ടെന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ മഞ്ചേരി ഊട്ടുപുര കയറിയതായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എമ്മാതിരി തിരക്കായിരുന്നു. അവർക്ക് പേർക്കും ബീഫ് ബിരിയാണി, എനിക്ക് ചിക്കൻ ബിരിയാണി. പിന്നെ ഇത് പപ്പടം കണ്ടോ, ഇഷ്മോളെ പപ്പടം അടിച്ചു മാറ്റിയതാണ്. പിന്നെ ഞാൻ പപ്പടം ചോദിച്ചോട്ടെ എന്താല്ലേ. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ ലേസൊക്കെ വാങ്ങിച്ചിരുന്നു, അത് കഴിച്ചു. പിന്നെ അനിയന് അമ്മായിയും മക്കൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയന് സ്നാക്സ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴംപൊരിയും അതേപോലെ സമൂസ, അങ്ങനത്തെ കട്ട്ലേറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചതിന് ശേഷം ഞാനും അമ്മായിയും കൂടെ ഞങ്ങളെ നെയ്ബറെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാരണം അവിടെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും വേണ്ടിയിട്ട് പിന്നെ അമ്മായിയുടെ ഫ്രണ്ടിൻ്റെ അവർ വീട്ടിലേക്ക് പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഉള്ളൊരു കാഴ്ച ഉണ്ട്. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ചെടികളുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനും. ഇത് ഓരോരോ സ്റ്റെയർ കേസാണ് കേട്ടോ. ഇതിൽ ഇനി എന്തൊക്കെയോ പരിപാടി പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഇത് അതേപോലെ മുകളിലത്തെ ബാൽക്കണി ടൈപ്പിലുള്ള അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് ഇവിടെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ നൈറ്റിക്കുള്ള കറിക്ക് മുരിങ്ങ ഇതാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് വീഡിയോ ഒക്കെ കാണിച്ചതാണ്. അതിനുശേഷം അമ്മായി കൊണ്ടുവന്ന ഓരോ ഐറ്റംസും തപ്പിത്തിരയിൽ തുടങ്ങിയിട്ടോ. ഇതൊക്കെ നമ്മളോരോ വൈപ്പില്ല. അപ്പോൾ അതിൽ റോബസ്റ്റ പഴം കഴിക്കണോ, റസ്ക് കഴിക്കണോ, ബിസ്ക്കറ്റ് കഴിക്കണോ, ഓറഞ്ച് കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെ നാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കടയിൽ നിന്നുണ്ട് മസ്കാബണ്ണ് എത്ര പ്രാവശ്യമാണോ ട്രൈ ചെയ്യുന്നത്, പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഹസ്ബൻഡ് ഒരു ലൈറ്റ് ചായ പറഞ്ഞു. ഞാനും ഇഷ്മോളും ഇനിയിപ്പോൾ ചായ കുടിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട വെച്ചിട്ട് ഓരോ ലസ്സിയും പറഞ്ഞു. അങ്ങനെ മസ്കാബണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ അവിടെ ഒരു കാഴ്ച കണ്ടത്. എന്തൊരു ഭംഗിയില്ലേ, നീറ്റിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓരോ മിൽമ ബോട്ടിലും. അതേപോലെ പാലട പായസത്തിന് മിക്സിങ്ങും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത് മസ്കാബൺ അടിപൊളി ടേസ്റ്റിന് കേട്ടോ. അത്യാവശ്യം നല്ല സൂപ്പറുണ്ട് പറഞ്ഞാൽ നല്ല സൂപ്പറുണ്ട്. അങ്ങനെ ഞങ്ങളത് കഴിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് തന്നെ അതിൻ്റെ ആ ക്രീമും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ്, ഇതിപ്പോൾ നമ്മൾ എത്രാമത്തെ പ്രാവശ്യമാണെന്നല്ലേ. സത്യം തന്നെയാണ് കേട്ടോ, ഞങ്ങൾ കുറേ ട്രൈ ചെയ്താണ്. ഇത് പിന്നെ ഞങ്ങൾ 2 ഗ്ലാസ് ഒഴിച്ചിട്ട് ഞങ്ങൾ ലസ്സി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ലസ്സി പൊതുവേ ഇഷ്മോക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ അങ്ങനെ ജ്യൂസ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലസ്സിമ്മൽ ഒതുക്കിയ പിന്നെ ചായ അങ്ങനെ ഞങ്ങൾ കുടിക്കാറില്ല എന്ന് കുടിക്കും, പക്ഷെ അത്ര വലിയ ഇഷ്ടമല്ല. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഉള്ള കാഴ്ച കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി വന്നാണേ. എന്താ പോലെ വീഡിയോ ഇത്രയുള്ളൂ. ഫസ്റ്റ് ടൈം കാണുന്നത് സബ്സ്ക്രൈബ്